ഹായ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമുക്കിപ്പം ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാരണം നമുക്ക് ഒരു 3 കാര്യങ്ങൾ പറയാനാണ് വന്നത്. ഒന്ന്, ഇപ്പോൾ എനിക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം തുടങ്ങാൻ കിട്ടിയില്ലല്ലോ. യൂട്യൂബിൽ നിന്ന് വരുമാനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു 54 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് 14,375 രൂപ കിട്ടുന്നത്. 54 ദിവസം കഴിയണം നമുക്ക് നമുക്ക് സാലറി കിട്ടുന്ന പോലെ എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നുമല്ല. നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. ചുരുങ്ങിയത് ഏകദേശം 54-60 ദിവസത്തിനുള്ളിലൊക്കെ ആയിരിക്കും ഈ പറയുന്ന ഇപ്പം എനിക്ക് കിട്ടാൻ നടക്കുന്ന എമൗണ്ടൊക്കെ വരിക. പിന്നെ ഓരോരുത്തർക്ക് വ്യൂസ് അതിനനുസരിച്ചിട്ടുണ്ടാവും. ഇതിലിപ്പം വേറെ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ നാട്ടിൽ ഞാൻ എനിക്ക് തോന്നുന്നു ചതിരി കള്ള് ഷാപ്പ്, പിന്നെ വെട്ടുകാട് കള്ള് ഷാപ്പ്, പനയഞ്ചിറ കള്ള് ഷാപ്പ്, പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 3 ഷാപ്പ്. ഈ 3 കള്ള് ഷാപ്പുകളിൽ ഞാൻ എല്ലാ ആഴ്ചയിലും കയറാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പറയുന്നത് വെച്ചാൽ ഇപ്പം ഞാൻ മാരീഡ് അല്ലാന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലുള്ള എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണത്തിന് പ്രശ്നമുണ്ട് ഈ കള്ള് ഷാപ്പിൽ കയറുന്ന ഒരു വിഷയം വരെ. കള്ള് ഷാപ്പിൽ എന്തിനാണ് കയറുന്നത് വിചാരിക്കുന്നത്? കള്ള് കുടിക്കുന്നത് മോശം എന്ന് വിചാരിച്ചിട്ട് പറയുന്നതല്ല. കള്ള് കുടിക്കുന്നത് ശരീരത്തേക്ക് നല്ലതാണ്. അല്ലെങ്കിൽ കള്ള് കുടിക്കുന്ന മദ്യപാനത്തിൻ്റെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രം നേരെ കിട്ടില്ല. മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ല പറയണത്. അപ്പോൾ കള്ള് പിന്നെ ശരീരത്തിന് നല്ല. അപ്പം നമ്മൾ എനിക്ക് അരിക്കച്ചവടമുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, എന്നെ അറിയാവുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അരിക്കച്ചവടം ഉണ്ട് എന്ന്. അപ്പം എനിക്ക് അരിക്കച്ചവടമുണ്ട്. അപ്പോൾ എല്ലാവരും സാധാരണക്കാരാണ്. അപ്പോൾ നമുക്കിത് എല്ലാവരും അപ്പോൾ ഓരോ പേരും എനിക്ക് തോന്നുന്നു വെട്ടുകാട് കള്ള് ഷാപ്പിൽ 6-7 പേര് കള്ള് ഷാപ്പിൽ കൊണ്ട് പൈസ കൊടുക്കും. നമ്മൾ ഞായറാഴ്ച ആകുമ്പോൾ ഈ കൾഷം പിരിക്കാൻ വേണ്ടി അവിടെ പോകും. അതുപോലെ തന്നെയാണ് ചതിരി കള്ള് ഷാപ്പിൽ മറ്റേ കൾഷം പിരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും. വെമ്പലൂർ കള്ള് ഷാപ്പുണ്ട്, അവിടെയും അതേപോലെ ഒരു 3-4 കസ്റ്റമർ ഉണ്ട്. അപ്പോൾ നമ്മൾ പോകും. അപ്പം ഞാൻ കള്ള് ഷാപ്പിൽ പോകണു, അവിടെ നിന്ന് കള്ള് കുടിക്കാൻ വേണ്ടിയിട്ടല്ല പോണത്. കള്ള് കുടിക്കുന്നത് മോശമായതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് 2 അടിക്കാറുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളൊരു ബിസിനസ് പരമായിട്ട് അതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കള്ള് കുടിക്കാറില്ല, മദ്യപിക്കാറില്ല, അങ്ങനെയൊന്നുമില്ല. അല്ല, ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താ അറിയോ, ഇതിപ്പോൾ ഒരു കല്യാണാലോചനയൊക്കെ ഇപ്പോൾ വരുന്ന സമയത്ത് ചെക്കൻ കുടിക്കുമോ ഇതൊക്കെയാണല്ലോ ഫസ്റ്റ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി ഇത് യൂട്യൂബിൽ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ തല്ലി ഇപ്പം എന്തിനാണ് പോണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ഇതാണ് ഈ പ്രശ്നം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയപ്പോൾ ആൾക്കാർ എന്നോട് പറയണം, നീ എന്തിനാണ് കള്ള് ഷാപ്പിൽ പോയി കള്ള് കുടിക്കണം, എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇഷ്ടംപോലെ വരുമാനം കിട്ടുന്നില്ലേ, യൂട്യൂബിൽ നിന്ന് ഇഷ്ടംപോലെ പണം കിട്ടുന്നില്ല, പിന്നെ എന്തിനാണ് കള്ള് ഷാപ്പിൽ പോയി കള്ള് കുടിക്കുന്നതാണ് ചോദിക്കുന്നത്. യൂട്യൂബിൽ നിന്ന് ഒരുപാട് പൈസയൊന്നും കിട്ടുന്നില്ല. ഒരു 14,375 രൂപ കിട്ടും. അതും 54 ദിവസം കഴിഞ്ഞ് 60 ദിവസത്തിൻ്റെ ഉള്ളിലാണ് നമുക്കത് കിട്ടുക. നമുക്കിപ്പോൾ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ AC പോയിരുന്ന് പിന്നെ നമ്മൾ കള്ളുകൂടിക്ക് മാട്രിക്ക് തന്നെ വരുമല്ലോ. അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇത് പിന്നെ നമ്മൾ ഒരു കുറേ നാളെ യൂട്യൂബിൽ വന്നിട്ടും പിന്നെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വരുമാനമൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടി തുടങ്ങിയല്ലോ. പിന്നെ ഇപ്പോൾ എന്താ അറിയുക, ആൾക്കാർക്ക് ഇപ്പം നമ്മുടെ ചാനൽ കാണാനൊരു മടിയായി. എന്തുകൊണ്ടറിയോ, ഞാൻ കണ്ടതുകൊണ്ട് ഇവർക്ക് പൈസ കിട്ടിയാലോ എന്നുള്ള. ഇപ്പോൾ ഇഷ്ടംപോലെ വ്യൂസ് ഉണ്ട്. ഞാൻ ഇന്ന് വരെ എൻ്റെ യൂട്യൂബിൽ നിങ്ങളിത് ഷെയർ ചെയ്യണമെന്നോ, നിങ്ങളിത് എന്താ പറയുക, എന്താണ് സബ്സ്ക്രൈബർ ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ കിട്ടുന്നൊക്കെയാണ് പറയണത്. ഇപ്പോൾ എനിക്ക് ഇതിലിപ്പോൾ എന്താ പ്രശ്നം അറിയോ, നമ്മൾ കടം കൊടുക്കാനുള്ള ആൾക്കാർ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയ പൈസ ഇങ്ങോട്ട് കൊണ്ടാവാണ്ട് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുമെന്നാണ് പേടി. അപ്പോൾ ഇതിങ്ങനെ കാര്യം നമുക്ക് ഒരു 54 ദിവസം കഴിയുമ്പോൾ പൈസ വരും. ആ പൈസ വരുമ്പോൾ നിങ്ങൾക്ക് തരാനുള്ളവർക്ക് മുഴുവൻ പൈസ വരും. പിന്നെ കല്യാണമൊക്കെ ഇപ്പോൾ വീട്ടിൽ നോക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കള്ള് ഷാപ്പിലുള്ള മെയിൻ പ്രശ്നം ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. കള്ള് ഷാപ്പിൽ പോകുന്നുണ്ട് ഞാൻ, അരിക്കച്ചവടം ചെയ്യുന്നത് വളരെ നമ്മളിപ്പോൾ ലുലു മാൾ പോലത്തെ വലിയ മാളും കാര്യങ്ങളൊന്നുമല്ല, വളരെ സാധാരണക്കാരൻ്റെ ഇടയിൽ നിന്നിട്ടാണ് ഞാൻ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ അവർ പൈസ ഇല്ലാത്തത് നമുക്ക് പെട്രോള് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. അവർ കള്ള് കുടിക്കാൻ വരുന്ന ആൾക്കാരാണ്. മഹേഷേ, നീ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വരണം, ഞങ്ങൾ കള്ള് ഷാപ്പിൽ പോകുമ്പോൾ അവിടെ കൊടുത്തിട്ട് പോവുക. എൻ്റെ സുഹൃത്താണ് അവിടെ നിൽക്കുന്നത്. കള്ള് ഷാപ്പിൽ പോകുമ്പോൾ അവിടെ കൊടുത്തിട്ട് പോവുക.
നീ അവിടെ പോയി മേടിച്ചോ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ, അതുകൊണ്ടാണ് അവിടെ പോയി മേടിക്കുന്നത്. അല്ലാതെ 24 മണിക്കൂറും തണ്ണിയായിട്ട് നടക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പം കല്യാണ ആലോചന വരുമ്പോൾ ഈ ചാനൽ എന്നെ പെണ്ണന്വേഷിച്ചിട്ട് വരുന്നവർ കാണണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട്. എൻ്റെ ഈ ചാനൽ കണ്ടാലല്ലേ ഞാൻ ആരാണെന്നും അല്ലെങ്കിൽ ഞാൻ എങ്ങനെയുള്ള ആളാണെന്നും അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ എന്താണെന്നും എൻ്റെ ഈ ചാനൽ കണ്ടാൽ അവർക്ക് മനസ്സിലാവും. എന്നിട്ട് ആലോചിച്ചാൽ മതി ഈ ചെക്കൻ നല്ലതാണോ കെട്ടതാണോ എന്നൊക്കെ. അപ്പോൾ ഓക്കെ, ഇതൊന്ന് പറയട്ടെ എന്ന് വിചാരിച്ച് കുറേ ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നു. ഓരോരോ പ്രോബ്ലങ്ങളും പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് വരാതിരുന്നത്. ഓക്കെ, ബൈ.